നമസ്കാരം. ഇന്നു മുതൽ എല്ലാ കഷ്ടകാലങ്ങളും മാറി സമൃദ്ധിയും സന്തോഷവും നിറയുന്ന, ദുരിതങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഈ നക്ഷത്രജാതകർക്ക് കലിയുഗവരധനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകും. ഇവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുകയാണ്. ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ്. മണികണ്ഠനാണ് അയ്യപ്പൻ. കർമ്മമണ്ഡലത്തിൽ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങൾ അയ്യപ്പസ്വാമിയുടെ തിരുമുമ്പിലെ ജ്വലിക്കുന്ന ഹോമകുണ്ടത്തിൽ പാപമുക്തമാകുന്നതുപോലെ ഇവിടെ ഈ നക്ഷത്രജാതകരുടെ എല്ലാ പാപങ്ങളും എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹങ്ങൾ സഫലമാകാൻ പോവുകയാണ്. ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കാൻ പോവുകയാണ്. ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. കാലങ്ങളായി ഒന്നൊഴിഞ്ഞാൽ മറ്റൊന്നായി ദുരിത ദുഃഖങ്ങളായിരുന്നു, സങ്കടങ്ങളായിരുന്നു. ഇനി അതൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു വഴി തുറക്കപ്പെടുകയാണ്. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇവർക്കിനി നന്മ ഒരുപാട് വന്നു ചേരും. ധനപരമായിട്ടുള്ള ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറും. രക്ഷപ്പെടുന്നതിൻ്റെ സൂചന എന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും വരുന്ന 5 ദിവസത്തിനകം. എല്ലാ ദോഷങ്ങളും അകന്ന് അതീവ സമ്പൽ സമൃദ്ധിയിൽ ഈ നക്ഷത്രജാതകർ എത്തും. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. അഹങ്കാരവും അറിവില്ലായ്മയും ഈശ്വരനും ഒന്നാകുന്ന സമത്വത്തിൻ്റെ പരമപഥമാണ് അയ്യപ്പ സന്നിധാനം. ഇവിടെ ഈ നക്ഷത്രജാതകർക്ക് ഒരു സൗഭാഗ്യം കൊയ്യാൻ സാധിക്കുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നല്ല കാലം പിറക്കുന്നു. ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് അങ്ങനെ ഒരു സൗഭാഗ്യം വന്നു ചേരുക? ഏതൊക്കെ നക്ഷത്രജാതകരാണ് രക്ഷപ്പെടുക? അവരുടെ എന്തെല്ലാം ആഗ്രഹങ്ങളായിരിക്കും നടന്നു കിട്ടുക? ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഈ നക്ഷത്രജാതകർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും ഇവർക്ക് നല്ലൊരു ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ നാളുകൾ വന്നു ചേരും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതുപോലെ തന്നെ നാളെ ഗണപതി ഹോമമുണ്ട്. ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കുക. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയമാകുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ കുടുംബം ഐശ്വര്യത്തിലെത്തും. ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും. സമ്പൽ സമൃദ്ധി വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് വന്നു എത്തുന്ന, ദുരിതങ്ങൾ മാറുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ പാരായണം ചെയ്യുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഭരണിക്ക് വന്നു ചേരും. ഭരണി നക്ഷത്രജാതകരുടെ നല്ല സമയം തുടങ്ങുകയായി. നല്ല ധനവർദ്ധനവിൻ്റെ കാലമാണിനി. നല്ല ഉയർച്ചയുടെ കാലമാണിനി. ആഗ്രഹങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും സഫലമാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം മകീരമാണ്. മകീര നക്ഷത്രജാതകരെ സംബന്ധിച്ച് തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന സമയമാണ്. ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുരിതമായിരുന്നു, ദുഃഖങ്ങൾ ഒരുപാടായിരുന്നു. ഈ ദുഃഖങ്ങളൊക്കെ മാറി അതീവ സമ്പൽ സമൃദ്ധിയിലെത്താൻ ഇവർക്ക് സാധ്യമാകുന്നു. ഒരു പുതിയ വീട് വാങ്ങാൻ, ഗൃഹം വാങ്ങുവാൻ ഉള്ള സമയമാണിത്. ഗൃഹം വാങ്ങുവാൻ, അതും നൂതനമായ രീതിയിലുള്ള ഗൃഹം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ അത് നടന്നു കിട്ടുന്ന സമയമാണ്. മകീര നക്ഷത്രജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു.
സമൃദ്ധിയും സന്തോഷവും ഇവരുടെ വീടുകളിൽ ഇനി വിളയാടും. ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? എഴുതി വെച്ചോളൂ, ഇത് സത്യമായി തീരും. അടുത്ത നക്ഷത്രം പൂയമാണ്. രോഗദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുന്ന സമയമാണ്. ആപത്തുകളൊക്കെ ഒഴിയുന്ന സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. ശനിയാഴ്ച ദിവസം എള്ളുതിരി നമ്മുടെ പൂജാമുറിയിൽ കത്തിക്കുക. പൂജാമുറിയിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. അതുപോലെ തന്നെ ഒരു പുതിയ വിളക്കൊക്കെ വാങ്ങി നമ്മുടെ പൂജാമുറിയിൽ കത്തിക്കുക. അതൊക്കെ നമുക്ക് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് നമുക്ക് ഒരുപാട് സമ്പൽ സമൃദ്ധി വന്നു ചേരാൻ കാരണമാകും. ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക. ദുരിതങ്ങളൊക്കെ അകലും, രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. കഷ്ടകാലങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു എന്ന് സാരം. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്ര നക്ഷത്ര ജാതകർക്ക് നഷ്ടപ്പെട്ട പണമൊക്കെ തിരികെ കിട്ടുന്ന സമയമാണ്. ഏതെങ്കിലും വിധേയനെ നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതോ ആയ പണം നമുക്ക് തിരികെ കിട്ടും. ഒരു പുതിയ വീട് വാങ്ങുവാനുള്ള യോഗവും വന്നു ചേരും. പ്രണയമൊക്കെ പൂവണിയുന്ന സമയമാണ്. പ്രണയമൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്ന സമയമാണ്. ഏതായാലും ഉത്തരനക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുന്നു എന്ന് തന്നെ പറയാം. കാലങ്ങളായി അനുഭവിച്ച കഷ്ടകാലത്തിനൊക്കെ ഒരു വലിയ മാറ്റം വന്നു ചേർന്ന് ജീവിതം രക്ഷപ്പെടുന്ന സമയം. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. കഷ്ടകാലങ്ങളൊക്കെ ഒഴിയും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. നല്ല സമയം. മൂലം നക്ഷത്ര ജാതകർക്കും അനുകൂലമായ സമയമാണ്. കഷ്ടകാലങ്ങളൊക്കെ ഒഴിയുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ അകന്ന് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ്. കഷ്ടകാലങ്ങളൊക്കെ നീങ്ങുന്നു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, അവിടെ വഴിപാടുകളൊക്കെ നടത്തുന്നതൊക്കെ ഇവർക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ, ജീവിതത്തിൽ നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. ഗണപതി ഹോമം നടത്തുക. എല്ലാ മാസവും ഗണപതി ഹോമം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നടത്തുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്തം അത് നടത്തുക. ഇതൊക്കെ നടത്തേണ്ട സമയമാണ്. അതുപോലെ ഉത്രട്ടാതി നക്ഷത്ര ജാതകർ കഷ്ടകാലമൊഴിഞ്ഞ് നല്ല സമയത്തിലേക്ക് കടക്കുന്ന സമയം. ഇനി അവർക്ക് കഷ്ടകാലമൊന്നുമില്ല. ഇനി അവർ സമൃദ്ധിയിൽ സന്തോഷത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയമാണ്. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ പുതുമയാർന്ന ഒരു നല്ല സമയം അവർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. പുടവ പൂജ ചെയ്യുക ദേവീക്ഷേത്രത്തിൽ. അത് മംഗല്യ തടസ്സങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമാകും. ആഗ്രഹിച്ചതൊക്കെ നടന്നു കിട്ടും. നിങ്ങളെന്താണോ കൊതിക്കുന്നത് അതൊക്കെ കിട്ടുന്ന സമയമാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.